ഒരു ഗ്രാമത്തിന്റെ മേൽവിലാസം സംരക്ഷിക്കാൻ നാട്ടുകാർ ഒന്നടങ്കം രംഗത്തിറങ്ങിയപ്പോൾ അസാധ്യമായി തോന്നിയ ദൗത്യം യാഥാർത്ഥ്യമായി. പണവും ശാരീരികാധ്വാനവും സ്വരൂപിച്ച പുതിയ കെട്ടിടം നിർമ്മിച്ച ഇടുക്കി നെടുങ്കണ്ടം പുഷ്പകണ്ടം നിവാസികൾക്ക് ഒടുവിൽ തങ്ങളുടെ പോസ്റ്റ് ഓഫീസ് തിരിച്ചു കിട്ടി. തങ്ങളുടെ മേൽവിലാസം നഷ്ടമാകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് തീരുമാനിച്ച നാട്ടുകാരുടെ നിശ്ചയദാർഢ്യത്തിന്റെ കഥയാണ് 68 55 52 എന്ന പിൻകോഡിന് പറയുവാനുള്ളത്. 4.5 പതിറ്റാണ്ടായി പുഷ്പകണ്ടത്ത് പ്രവർത്തിച്ചിരുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടം മോശമാണെന്നും ഇടപാടുകൾ കുറവാണെന്നും ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ഡിസംബർ 13-നാണ് അധികൃതർ അപ്രതീക്ഷിതമായി കേരള തമിഴ്നാട് അതിർത്തിയിലെ ആനക്കല്ലിലേക്ക് മാറ്റിയത്. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം അവഗണിച്ചായിരുന്നു നടപടി. ആനക്കല്ലിന് സമീപം കോമ്പയാറ്റിലും മുണ്ടിയെരുമയിലും ഇതിനകം തന്നെ പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ പുഷ്പകണ്ടം, അണക്കരമെട്ട്, രത്തനക്കുഴി, പള്ളിമെട്ട്, ശൂലപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായി. തങ്ങളുടെ മേൽവിലാസം നഷ്ടമാകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്ന നാട്ടുകാർ വാർഡംഗം ജോമോൻ പുഷ്പകണ്ടത്തിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് പുനരുദ്ധാരണ സമിതി രൂപീകരിച്ചു. പോസ്റ്റ് ഓഫീസ് തിരിച്ചു നൽകണമെങ്കിൽ പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നതായിരുന്നു തപാൽ വകുപ്പിന്റെ നിബന്ധന. തുടർന്ന് നാടൊന്നായി കൈകോർത്തു. നാട്ടുകാരിൽ നിന്ന് 1.5 ലക്ഷത്തോളം രൂപ സമാഹരിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളികളാവുകയും ചെയ്തു. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന് പകരം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പുതിയ ഓഫീസ് കെട്ടിടം ഉയർന്നു. അങ്ങനെ ആനക്കല്ലിലേക്ക് മാറ്റിയ പോസ്റ്റ് ഓഫീസ് വീണ്ടും പുഷ്പകണ്ടത്തേക്ക് തിരിച്ചെത്തി. ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ആളുകളുടെ എല്ലാം പൊതുവായിട്ടുള്ള ആവശ്യം ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കണം, പുഷ്പകണ്ടം PO നമുക്ക് നിലനിർത്തണം എന്നുള്ളൊരു പൊതുവായിട്ടൊരു ആവശ്യത്തിൽ നിന്നുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ കെട്ടിടം പുനർനിർമ്മിക്കാൻ സാധിച്ചു. ആ കെട്ടിടം പുനർനിർമ്മിച്ച് ഏകദേശം 2 ലക്ഷത്തോളം രൂപ മുടക്കായിട്ടുണ്ട്. അത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ ഒരു സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കെട്ടിടം ഇവിടെ പുതുക്കി പണിയുവാനും ഈ സ്ഥാപനം വീണ്ടും ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതിനും നമുക്ക് സാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത്. തങ്ങളുടെ മേൽവിലാസം തിരിച്ചുപിടിച്ചതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും നല്ല പ്രയോജനകരമായിട്ടുള്ളൊരു പോസ്റ്റ് ഓഫീസാണ്. ഇത് ഇവിടുന്ന് പോയാൽ അതിയായ പ്രയാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു ജനകീയ കമ്മിറ്റി കൂടിയാണ് ഇത് വീണ്ടും തിരികെ കൊണ്ടുവന്നത്. ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന എല്ലാവിധ സേവനങ്ങളും ഇപ്പോൾ പുഷ്പകണ്ടം പോസ്റ്റ് ഓഫീസിൽ നിന്നും നൽകുന്നുണ്ടെന്ന് ജീവനക്കാരിയായ അമല പറയുന്നു. ഇവിടുന്ന് നമ്മൾക്ക് പൈസ അക്കൗണ്ട് എടുത്തു കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പൈസ നമുക്ക് APS IPPB അങ്ങനെയുള്ള ഫോൺ സേവനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ RPLI പോലെ പിന്നെ IPPBയുടെ തന്നെ ഇൻഷുറൻസ്, അപകട ഇൻഷുറൻസ്, പിന്നെ അസുഖങ്ങൾക്കൊക്കെ ഓരോ ഇൻഷുറൻസുകൾ, അതെല്ലാം നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ ലഭ്യമായ സേവനങ്ങളാണ്. ഒരു പോസ്റ്റ് ഓഫീസ് മാത്രമല്ല, ഒരു നാടിന്റെ അഭിമാനവും മേൽവിലാസവും തന്നെയാണ് പുഷ്പകണ്ടം നിവാസികൾ ഐക്യത്തിന്റെ കരുത്തിൽ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.